നിങ്ങൾ എങ്ങനെ പറയുന്നുണ്ടല്ലോ എല്ലാവർക്കും വേണ്ടി അസ്ത്രണനായിട്ടുള്ള അല്ലെങ്കിൽ നിയമ പോരാട്ടത്തിന് കഴിയാത്ത ആളുകൾക്കൊക്കെ ഞങ്ങൾ സഹായം നൽകുന്ന ഒരു സംഘടന എന്താണ്? നിങ്ങളുടെ ഒരു ക്യാപ്ഷൻ എന്താണ്? നിങ്ങളുടെ സംഘടനയുടെ ക്യാപ്ഷൻ എന്താണ്? ഹലോ, നിങ്ങളുടെ സംഘടനയുടെ ചർച്ചയുടെ പറഞ്ഞോളൂ. നമ്മുടെ സംഘടന നേരത്തെ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഇന്നേ വരെ ഈ ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുന്നതല്ലാതെ ഈ സ്ത്രീകൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇവിടെ ചെയ്തതായിട്ട് നമുക്കറിയോ? ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചത്. ഞങ്ങൾ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് പേര് ഇതുപോലെ തെറ്റുകൾ ചെയ്യാതെ നിയമത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് പേർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു. ഇവിടെ ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ അവരോട് ചോദിക്കുന്നത് എന്താണ് അവർ ചെയ്തത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്? എന്താ പേരെന്തോ? ഹലോ, ഡോക്ടർ മാളവിക ബിന്നി. ഈ മാളവികയോടാ ചോദിക്കുന്നത്, സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്ത് വിട്ടിട്ടാണ് ഇത് പറയുന്നത്? അമ്മു സ്വാമിനാഥനെ പോലെ, ദാക്ഷായിണി വേലായുധനെ പോലെ, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സമൂഹത്തിന് വേണ്ടി? ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഞങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഈ പറയുന്ന കേസിൽ ഒരു നിമിഷം മാളവിക ബിന്നി. ശ്രീ അജിത്ത് തിരിച്ചാണല്ലോ ചോദിക്കുന്നത്, നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യും? നിങ്ങൾ സമൂഹത്തിന് വേണ്ടി അല്ല, ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രതിനിധിയായ ശ്രീ അജിത്ത് ഇടപെട്ടുകൊണ്ട് സമൂഹത്തിന് ചെയ്ത നല്ല കാര്യങ്ങളുടെ 1-2-3 കാര്യങ്ങളൊന്ന് പറയുമോ? പട്ടികയിലുള്ള 2-3 കാര്യങ്ങൾ. പട്ടികയിലുള്ള ഞാൻ അവസാനത്തെ കാര്യം മുതൽ ഇപ്പൊ പറഞ്ഞു വരാം. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ചെയ്തിരിക്കുന്നത് 160 ദിവസം ജയിൽ ശിക്ഷ റിമാൻഡ് പ്രതിയായിട്ട് കിടന്ന ജീമോൻ കല്ലുപുരയ്ക്കൽ എന്ന് പറയുന്ന വ്യക്തിയെ അയാൾ ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ട കേസ് എന്താണെന്നറിയോ? ശ്രദ്ധിച്ച് കേൾക്കണം, അന്ധയായിട്ടുള്ള 14 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ട കേസ്. ആ കേസിൽ ഞങ്ങൾ അതിനെതിരെ അദ്ദേഹത്തിന് വക്കീൽ വെച്ചു കൊടുത്തു, അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചു, തിരിച്ചിറക്കി കൊണ്ടുവന്നു. 160 ദിവസം റിമാൻഡ് പ്രതിയായിരുന്ന വ്യക്തിയെ പിന്നീട് കോടതി എന്തുകൊണ്ട് വിചാരണ നടത്താതെ പ്രത്യക്ഷത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ലാതെ ആ കേസിന്റെ തുടർന്നുള്ള നടപടിക്രമങ്ങളും ഒക്കെ തന്നെ അതിൽ താങ്കൾ പറയുന്ന പോലെ എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു കാര്യം കൂടി താങ്കൾ ഈ പറഞ്ഞുവല്ലോ, ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യമാണല്ലോ സ്പെസിഫൈ ചെയ്തത്. അല്ലല്ല, ഞാൻ പറയട്ടെ ഈ കേസിന്റെ കോണ്ടസ്റ്റിൽ പറയുമ്പോൾ നിങ്ങൾ പറയുന്നു ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ സമസ്താപരാധം പറഞ്ഞ് മാപ്പ് പറഞ്ഞിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി എന്തിനും വേണ്ടി തയ്യാറായി ഇറങ്ങിയവരാണ് ഇന്ന് നിങ്ങൾ. വലിയൊരു ഷോയാണ് അവിടെ കാട്ടിയത്. അപ്പോൾ നിങ്ങൾ കൂടിയുള്ളൊരു സന്ദേശമാണിത്. നിങ്ങൾ ഒരു അടി പോലും ഇനി മുന്നോട്ട് പോകാൻ ഈ കേസിൽ അർഹരല്ല. അതായത് ബോബി അവിടെ എല്ലാം പറഞ്ഞു, എല്ലാ സമസ്താപരാധങ്ങളും ഇരന്ന കോടതിയോട് മാപ്പ് പറഞ്ഞു, ഞാൻ ഇനി ക്ലീനാണ് എന്ന് പറഞ്ഞാണ്. ഇനി ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്താണെന്ന് ഇനി അത് പറയാൻ ഞാനാണല്ല, അതിനെ കാത്തിരുന്ന് കാണണം. പക്ഷെ ആ ഒരു നിലയ്ക്ക് അത് താങ്കൾ മുഖവിലയ്ക്ക് എടുക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഇനി ഒരടി അങ്ങനെ ആ കാര്യം ഏറ്റുപിടിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയാണോ ശ്രീ അജിത്ത്? തീർച്ചയായിട്ടും അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ ജയിലിന്റെ ഫ്രണ്ടിൽ ഇന്നലെ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ, ഇന്നലെ അവിടെ തിരക്ക് കുറഞ്ഞിട്ടുള്ളൂ. കാര്യം ഇന്നലെ അവിടെ ആയിരക്കണക്കിന് സ്ത്രീകൾ അവിടെ വന്നു. പുരുഷന്മാരുടെ കാര്യം വിടൂ, സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ വന്ന് ഇദ്ദേഹത്തിന് വേണ്ടി ജയ് വിളിക്കണമെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് കണ്ടിട്ടാണോ? അത് അദ്ദേഹം തെറ്റിച്ച് സ്ത്രീകൾ ഒരുപാട് പേര് ബൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് ഹൈക്കോടതിയല്ലേ ശ്രീ അജിത്തെ? ഹൈക്കോടതി ഒരു മെറിറ്റിലേക്ക് കടന്നില്ല കൂടി ഒരു ഗ്രൗണ്ട് ഉണ്ട് എന്നൊരു കേസിന് ഹൈക്കോടതിക്ക് തോന്നിയിരിക്കുന്നു. അപ്പൊ അതുപോലും തോന്നാതെ നിങ്ങൾ അങ്ങ് കൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ ആരാണ് ശരിക്കും? നിങ്ങൾ അങ്ങ് കൽപ്പിക്കുകയാണ്. ഇത്തരം കേസുകളിലൊക്കെ തന്നെ എല്ലാ കേസിലും, പത്തനംതിട്ട കേസിലും കൽപ്പിക്കുകയാണ്. 64 ആളുകളും നല്ല നടപ്പിന് വിധിക്കപ്പെട്ട ആളുകളാണ് കൽപ്പിക്കാൻ നിങ്ങൾ ആരാണ്? ഇവിടെ കോടതി ഉണ്ടല്ലോ, അല്ലെ? കോടതിയെ തള്ളി പറയൂ താങ്കൾ. ഈ ഫ്ലോറിൽ വെച്ച് കോടതിയെ തള്ളി പറയൂ. ഈ കോടതിയെ തള്ളി പറയൂ. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയെ തള്ളി പറയൂ താങ്കൾ. കോടതികളെല്ലാം ശരിയല്ല, നടപടികളെല്ലാം ശരിയല്ല. ഈ കേസല്ല ഞാൻ പറയുന്നത്. കോടതികളിൽ തെറ്റുപറ്റാറുണ്ട്.
കോടതിക്ക് തെറ്റുപറ്റുന്നത് കൊണ്ടാണ് അതിന്റെ ട്രയൽ നടക്കട്ടെ. ട്രയൽ നടക്കുന്നതിന് വിധിക്കാൻ നിങ്ങൾ ആരാണ്? അതിന്റെ ട്രയൽ നടക്കട്ടെ, വക്കീലിനെ വെച്ച് വാദിക്കട്ടെ, കോടതിയിലേക്ക് എത്തട്ടെ, ഇരയെ കേൾക്കട്ടെ. അതൊക്കെ അദ്ദേഹം വെറുതെ വിടും, ഒരു മാറ്റവുമില്ല. ഇതിൽ വെച്ച് അദ്ദേഹത്തെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. ഈ 3, 4, 5 ദിവസം മനുഷ്യർക്കെല്ലാം ക്ലീൻ ചിറ്റ് കൊടുക്കാൻ നമ്മൾ എത്രയോ കേസ് കാണുകയാണ്. അല്ല, നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് നിയമോപദേശം തരുന്ന ഈ ആളൂർ വക്കീലിനെ കേട്ടിട്ടാണോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? നിങ്ങളിത് ആളൂർ വക്കീലുമായിട്ട് ആശയവിനിമയം നടത്തി കേസിന്റെ ഇതാണ്, ഇങ്ങനെ പോയാൽ ഇങ്ങനെയാണ്, അതാണോ നിങ്ങളെ ഇങ്ങനെ ഇടപെടാനും വളരെ ക്ഷണനേരം കൊണ്ട് എടുത്തു ചാടാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത് അജിത്തെ? അല്ല, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, കാരണം ജീപ്പിൽ കയറ്റി കൊണ്ടുവന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുന്നേ ശ്രീ അജിത്തെ, രാമൻപിള്ള വക്കീലിനോടും കോടതി ചോദ്യം ചോദിച്ചു. രാമൻപിള്ള വക്കീലിന് മനസ്സിലായ കാര്യങ്ങൾ, മുതിർന്ന അഭിഭാഷകനാണ്, മുതിർന്ന അഭിഭാഷകനെ കാര്യം മനസ്സിലായി. കളി കോടതിയോടാണ്, കളി നിൽക്കില്ല. അതുകൊണ്ടാണ് തിടുക്കപ്പെട്ട് രാവിലെ തന്നെ ബോബി വെള്ള ഡ്രസ്സുമൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ കളിക്കുന്നത് കോടതിയോടാണെന്ന് രാമൻപിള്ള വക്കീലിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ ഗ്യാലറിയിൽ ഇരുന്ന് ആളൂർ വക്കീൽ പറയുന്നത് കേട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണല്ലേ? അല്ല, നമുക്ക് സാമാന്യ ബുദ്ധിയുണ്ടല്ലോ. ഇപ്പൊ ആളൂർ വക്കീല് നമ്മൾ ഓരോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നുള്ള വേറൊരു വശം. പക്ഷേ നമുക്ക് സാമാന്യ ബുദ്ധിയില്ലേ? ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ ഈ 44 പേര് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഞാനതിനെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ അത്രയും ആളുകൾ പീഡിപ്പിച്ചില്ല എന്ന ആഡമന്റ് അല്ലെ, വേറെ കോണ്ടസ്റ്റ് ആണ്. ബോബിയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ബോബി ചെമ്മണ്ണൂർ എന്താണ്, ഒരു പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ്. നമ്മൾ ആ ദൃശ്യമടക്കം, അവിടെ തനിക്കുണ്ടായ ദുരനുഭവം ഒരു പെൺകുട്ടി 164 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അടക്കം കോടതിയിലേക്ക് പറയുകയും അവൾ അനുഭവിച്ച ദുരനുഭവങ്ങൾ ഒന്നൊന്നായി കോടതിയിലേക്ക് പറയുകയും അവൾ നേരിട്ടത് ഒന്നുമല്ലേ എന്ന് വിധിക്കാൻ താങ്കളാരാണ്? താങ്കളുടെ സംഘടനയ്ക്ക് ഇതിൽ റോൾ എന്താണ്? ഈ പറയുന്ന പെൺകുട്ടി സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരാളാണോ? എന്റെ ചോദ്യം അതാണ്. ഇന്നത്തെ തലമുറ വരെ വഴിതെറ്റിക്കുന്നവരല്ലേ? ഓഡിറ്റ് ചെയ്യാൻ താങ്കളാരാണ്? ഓഡിറ്റ് ചെയ്യാൻ വട്ടിയൂർക്കാവ് അജിത്തും കൂട്ടരും ആരാണ്? അല്ലല്ല, ഒരു ഉടുതുണിയുടെ നീളം നിർണ്ണയിക്കാൻ അജിത് കുമാർ ആരാണ്? ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ ഉടുതുണിയുടെ നീളം നിർണ്ണയിക്കാൻ അജിത് കുമാർ ആരാണ്? അജിത് കുമാർ ആരാണ്? പൗരൻ എങ്ങനെയാണ് സമൂഹത്തിൽ അങ്ങനെ നടക്കാത്തവളെ അങ്ങേയറ്റത്തെ മലീമസമായ രീതിയിൽ പരാമർശിക്കാനും അവളെ ആക്രമിക്കാനും ഒക്കെ ലൈസൻസ് നൽകപ്പെടുന്നുണ്ടോ? അങ്ങനെ ലൈസൻസ് ആയിട്ട് കാണുകയാണോ നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താണ് അവിടെ റോള്? ഇവിടെ ഇത്രയും ഒന്നോ രണ്ടോ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു, അത് ഡബിൾ മീനിങ് ആണ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്ന വ്യക്തികളോടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സമൂഹത്തിൽ ഈ പറയുന്ന നടി ഒരു മാതൃക പാലിലിട്ട് കഴിഞ്ഞാൽ കയ്പ് ഒരിക്കലും അവസാനിക്കാത്തത് പോലെയാണ് നിങ്ങളെയൊക്കെ പറഞ്ഞ് എന്തായാലും അങ്ങനെ ആ മൊഴികൾ മാത്രമേ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാനാകൂ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ വ്യക്തിപരമായി എടുക്കേണ്ടതില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു പുരുഷനും ഇവിടെ ചർച്ചയിലിരിക്കുന്ന നമ്മുടെ സുഹൃത്ത് ഉൾപ്പെടെയുള്ളവരോട് ഞാൻ പറയാണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അച്ഛനില്ലേ, നിങ്ങൾക്ക് അമ്മ, നിങ്ങൾക്ക് സഹോദരനില്ലേ, ഭർത്താവില്ലേ, മക്കളില്ലേ, ആൺമക്കളില്ലേ? ഏത് നിമിഷവും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ല. നമുക്ക് വീണ്ടും കാണാം അജിത്തെ, വീണ്ടും കാണാം. അവസാനമായി മാളവിയ പിന്നെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പോകരുതേ എന്നുള്ള ആശയിലാണ് നമ്മൾ ജീവിക്കുന്നത്.